ഷോ സീൻ ഗായ്സ്. ഹായ് ഇസ്മായിൽക്കന്നെ ലൈവിൽ കേറ്റി. എവിടുന്നാണ്? ഐ എം ഫ്രം കോഴിക്കോട്, കാലിക്കറ്റ്. ഓ കാലിക്കറ്റ്. എന്താ ചെയ്യുന്നേ? ഞാൻ ഇപ്പം ഒന്ന് ഫുഡ് കഴിച്ചു വരാം. അത് ശരി, അങ്ങനെയാണ്. സുഖല്ലേ? ഓ ഭയങ്കര ഫാനാണ്. അത് ശരി, ഓക്കെ. ഞാനിങ്ങനെ കമന്റ് ഇങ്ങനെ വായിക്കുന്നുണ്ട് നിങ്ങളെ, പക്ഷെ അറിയില്ലല്ലോ ആരാന്നൊക്കെ, അപ്പൊ അതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റാനി. ഞാൻ ഫാത്തിമ നൗഫ. അറിയില്ല, പക്ഷെ ഞാൻ ഇന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തതാ. അത് ശരി, ഓക്കെ ഓക്കെ ഓക്കെ. ഫാത്തിമ എന്താ ചെയ്യുന്നേ? ഞാൻ ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല, വെറുതെ ഇരിക്ക. വെറുതെ ഇരിക്ക? അത് ശരി, അത് നല്ലൊരു കാര്യമാണ് കേട്ടോ, വെറുതെ ഇരിക്കണേ. വെറുതെ ഇരിക്ക. നിങ്ങൾ വെറുതെ ഇരുന്നിട്ടല്ലേ ലൈവ് ഇട്ടേ? അതേപോലെ അങ്ങനെ. ശരി, എന്തായാലും ഒരുപാട് സന്തോഷം കേട്ടോ നിങ്ങളെ ഇങ്ങനെ കമന്റ് ഇങ്ങനെ കണ്ടിട്ടുണ്ട്, പക്ഷെ അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഐ എം റിയലി സോറി. നിങ്ങള് നമ്മളെ പോലത്തെ ഉള്ള ആൾക്കാരൊക്കെ ശ്രദ്ധിക്കാണ്ട് വിട്ടാ നിങ്ങൾ എങ്ങനെയാ ശരിയാവാ? ശരിയാണ്, എന്താ ചെയ്യാലേ. ഞാൻ കൊറേ പേര് ഇതിലിങ്ങനെ വരുന്നുണ്ട്, പക്ഷെ ഒന്നും വായിക്കാനും പറ്റണില്ല. എല്ലാരും തെറിയും കേക്കണം. ഇങ്ങനെ കൊറേ ആരിത് ശ്രദ്ധിക്കില്ല. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, നിങ്ങളെ ബിഗ് ഫാനാ. ഓ കൊറേ പാട്ട് പാടിത്തരാം. നിങ്ങൾ മൈൻഡ് കൂടി ആക്കില്ല. ജൂപ്പിറ്റർ മഴയാണോ? ജൂപ്പിറ്റർ മഴയാണോ? അല്ലേ, ജൂപ്പിറ്റർ മഴയല്ല, അത് വേറെ. അത് വേറെ, ഇത് വേറെ. എന്താ ചെയ്യാ, 100 കമന്റ് ഒക്കെ ഉള്ളതല്ലേ, അപ്പൊ അറിയാണ്ട് പോയി പോകുന്നതായിരിക്കും. ഒന്ന് പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഓരൊക്കെ ഭയങ്കര ഡൈഹാർഡ് ഫാൻസിനെ നിങ്ങളൊക്കെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യാന്ന് വെച്ചാല് എന്താ ചെയ്യാ, പ്രശ്നായോ? വിഷയാണ്. ഓഫ്, എന്താ ഇപ്പൊ ചെയ്യാ, ഒന്നും ചെയ്യാനില്ല. ഇനി പരസ്യമായിട്ട് ഇതെന്താ 1000 ആൾക്കാരോ? എന്റെ മോനെ, നൗഫത്താന്റെ പവർ ഒക്കെയാ. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല തള്ളാണല്ലോ. എന്താണ് അറിയാത്തവരായി? അത് ശരി, അങ്ങനെ. നല്ല അഭിനയം നോക്കി. എനിക്കറിയില്ലട്ടെ കുട്ടീനെ, കാര്യമായിട്ട് പറഞ്ഞതാ. ഇതിപ്പോ ആദ്യമായിട്ട് നമ്മള് ലൈവില് വരുന്നേ അല്ലേ? നമ്മള് മുന്നേ ലൈവില് കണ്ടിട്ടില്ലല്ലോ. ലൈവിലല്ല, കണ്ടിട്ടേ ഇല്ല. അതാണ്. അത് ഞാന് എന്താ അഭിനയം എന്നൊക്കെ ചോദിക്കണേ, എനിക്കറിയില്ല. അങ്ങനെ കമന്റിൽ ഇങ്ങനെ വന്ന് വെറുപ്പിക്കണ്ട, അപ്പൊ വിചാരിച്ച എന്താ കെട്ടിക്കോട്ട് വെച്ചിട്ട്. അത് വേണ്ട, അത് വേണ്ട. ശരി, നിങ്ങള് സിംഗറാ? ഞാൻ ചെറുതായിട്ട് മോനെ, ഞാനാണെങ്കി ഒരാളിങ്ങനെ കിട്ടാൻ വേണ്ടി കാത്തിക്ക് ഇങ്ങനെ പാടിപ്പിക്കാൻ. ഞാൻ എന്താ മെയിനായിട്ട് ചെയ്യാറ് അറിയോ? ഞാന് ഇങ്ങനെ റിക്വസ്റ്റ് വരുന്നവരെ എടുക്കും, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിപ്പിച്ച് ലാസ്റ്റ് ഒരു പാട്ട് പാടിച്ചിട്ട് വിടും. അതാണ് ഇവിടുത്തെ മെയിന്. പോവാൻ വേണ്ടി പറയണല്ലേ? എന്നെ പോണെങ്കി ഇങ്ങോട്ട് പറഞ്ഞയച്ചാള്, ഇങ്ങനെ പാട്ടാടാന്നൊക്കെ പറയണോ? നല്ല കാര്യമായിട്ട് പറഞ്ഞതാ. നിങ്ങള് എല്ലാരും ചോദിച്ചോക്കെ, ഇതിലെടുക്കണവരെല്ലാരും നമ്മള് കേറ്റി. നിങ്ങളോട് അത് പാട്ടഹോളിക്കിന്റെ മുന്നിൽ പാട്ട് പാടാനൊക്കെ പറയ്ക്ക് തീരെ കോൺഫിഡന്റ് ഇല്ല. ഉള്ള പറയണേ എന്താ? അത് ശരി, അങ്ങനെ ഇങ്ങനെയൊക്കെയല്ല കോൺഫിഡൻസ് വരുത്ത. ഒരു ദിവസം ഇങ്ങനെ ഒരാള് ജോയിൻ ചെയ്തിട്ട് നമ്മളെല്ലാരും കമന്റിലുള്ള എല്ലാരും ഇങ്ങനെ പറഞ്ഞ് പുഷ് ചെയ്ത് ലാസ്റ്റ് ആള് പാടിയിട്ടാ പോയത്. എന്നെ കൊണ്ട് നടക്കൂല. ഇല്ല, ഒരു മിനിറ്റ്. കമന്റിൽ എല്ലാരും നൗഫ പാടുന്ന് പറയുകയാണെങ്കിൽ നൗഫ പാടണം, അത്രേ ഉള്ളൂ. ഇല്ലില്ല, നൗഫ പാടണം ഇതില് കമന്റ്സിൽ പറയുകയാണെങ്കിൽ എന്തായാലും പാടി. എങ്ങനെ പാടും, ഞാൻ കളിക്കും. ആലുമടോലമ്മ ലോപ്പിച്ചില് പാടാന്. അന്ന് ഇനോഗ്രേഷന് പോയപ്പോ ഒരു മിനിറ്റ്.
നൗഫ പാട് ഫുള്ളതാ വരുന്നേ. കുറച്ച് ഇങ്ങനെ കൊറേ കേക്കട്ടെ, എല്ലാരും പറയട്ടെ. അത് ശരി, അങ്ങനെ പാടിക്കോളി, വേഗം പാടിക്കോ. ഇതാ ബബ്ലു പറയുന്ന കേട്ടോ, നൗഫ അള്ളാന്ന് വിചാരിച്ച് പാടില്ല. ബബ്ലു ഞാൻ പാടിയിട്ട് പോവുള്ളൂ. എന്നാ പാടിയിട്ട് പോയിക്കാനല്ലേ. ഏതാണ്, ലോ പിച്ചാണോ ഹൈ പിച്ചാണോ ഏതാ പിടിക്കണേ? ഞാൻ ലുങ്കി ഡാൻസ്. ആയിക്കോട്ടെ. പിന്നെ ഞാൻ ചെറുതായിട്ട് പാടുമെന്ന് പറയണോന്ന്. ആരാ? ഐ മീൻ ഏലാദി അല്ല ഏലാദിയോ മുട്ടായ. പാടരുത് പ്ലീസ്. ഒരാള് പാടരുതെന്ന് പറയുന്നുണ്ടെങ്കിൽ 100 ആള് പാടാനാ പറയണേ. പാട്, വ്യൂസ് കുറയുണ്ടോ നോക്കാലോ. ഇഷ്ടായി. അത് നോക്കല്ലെന്നാ. മിഡ് ബ്ലോഗ് അല്ലാ, എന്നതാ വിളിക്കണേ, ഞാൻ പോട്ടെ. I'm going guys. Thank you for joining. ശരി എന്നാ. തരുന്ന